ഹായ് ഹലോ നമസ്കാരം. നന്ദൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളൊക്കെ പ്രമാണിച്ച് ഒരു ശർക്കര മൈലാഞ്ചി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാനാണ് പോകുന്നത്. അപ്പോൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടീ പൗഡർ 2 സ്പൂണ് ടീ പൗഡർ എടുത്തിട്ടുണ്ട്. തേയില പിന്നെ നമ്മൾക്ക് ഒരു 2 സ്പൂണോളം തന്നെ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര ഒന്ന് ചീകി പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2 സ്പൂൺ തന്നെ കോഫി പൗഡറും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഞാനിത് തയ്യാറാക്കുന്നത് ഒരു മൺകലത്തിലാണ്. നിങ്ങൾക്ക് മൺകലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്താരമുള്ളൊരു പാട്ട എടുക്കാം കേട്ടോ, തകരപ്പാട്ട എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മൺകലത്തിലാണ് വയ്ക്കുന്നത്. പിന്നെ ഈ മൺകലത്തിനകത്തോട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഒരു ചെറിയ ഗ്ലാസ്സാണ് ഇറക്കി വയ്ക്കുന്നത്. ഇനി ഞാനത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനത് സ്റ്റൗ ഒന്ന് കത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൺകലത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയതാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മുകളിലിരിക്കുന്ന വെള്ളം ഒന്ന് മാറ്റി നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിനകത്ത് വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതേപോലെ കളറ് വ്യത്യാസമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, ലിക്വിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കുമ്പം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറോ അല്ലെന്നുണ്ടെങ്കിൽ മൈദയോ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കറുത്ത നല്ല സ്ട്രെയിനായിട്ടുള്ള കറുപ്പ് മെഹന്തി പോലത്തെ കളറിലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒഴുകി പോകാത്തക്ക രീതിയിൽ നല്ല മൈലാഞ്ചിയുടെ ഒരു ടെക്സ്ചറിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് എൻ്റെ കയ്യിൽ നീല അമരിയുടെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒരു 2 നുള്ള് നീല അമരി പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു പച്ച നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ആവശ്യമേ നമുക്കില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ കൈ നന്നായിട്ട് ചുമന്ന് വരും. ഇതിലേക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് ഡിസൈനായിട്ടൊക്കെ ഒന്നും വരയ്ക്കാനായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെയൊന്ന് ഇട്ട് നോക്കി. അപ്പോൾ ഈ നമ്മുടെ ബേക്കറിയിലൊക്കെ പ്രമാണിച്ച് കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ട് മൈലാഞ്ചിയൊക്കെ വാങ്ങിക്കാൻ പറ്റാത്ത മഞ്ചത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. നന്നായിട്ട് കളർ വയ്ക്കും. നെയിൽസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കളറ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ ട്യൂബ് മൈലാഞ്ചിയെ പോലെ നമുക്ക് യാതൊരു തരം ദോഷവും ഇതിനുണ്ടാകുകയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉണങ്ങുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ നഖത്തെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 30 മിനിറ്റ് മേലിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. സോ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വശത്തെ ബക്രീദ് നമുക്ക് ശർക്കര മൈലാഞ്ചി വെച്ചിട്ട് നമുക്ക് കൈകളൊക്കെ നന്നായിട്ട് മെഹന്തി ഇടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.